ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നിഫ്റ്റി സ്പോട്ട് ചാർട്ടാണ്. ഇന്ന് ഓപ്പൺ ചെയ്ത ശേഷം നിഫ്റ്റിക്ക് നല്ലൊരു ഫോൾ ഉണ്ടായിരുന്നു. പിന്നെ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് പിന്നെയും അടുത്തൊരു സപ്പോർട്ടിലേക്കും നീങ്ങിയൊക്കെയായിരുന്നു നിഫ്റ്റി ടോട്ടൽ ചെയ്തേക്കണത്. അങ്ങനെ അടുത്ത സപ്പോർട്ട് എത്തി അവിടെ നിന്നാണ് മാർക്കറ്റ് ക്ലോസ് ആയിക്കണത്. പി കണ്ടിന്യൂ ആവണം എന്നല്ല പറയണത്, ജസ്റ്റ് ഒരു സപ്പോർട്ട് എത്തിയേക്കാണ്. ഇനി അവിടെ നിന്ന് മാർക്കറ്റ് എന്താണെന്ന് തീരുമാനിക്കും നാളെ. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ബാങ്ക് നിഫ്റ്റി സെൻസസ് ഒക്കെ നല്ല ഇടി തന്നെയാണ് കേട്ടോ. ബാങ്ക് നിഫ്റ്റി 600 പോയിൻറ്റോളം, സെൻസസ് 800 പോയിൻറ്റോളം ഇടിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത്രയും സ്ട്രൈക്കുകളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ജസ്റ്റ് പറഞ്ഞു പോകും, പെട്ടെന്ന് പോകും. 24,950 പി ആണ് നമ്മൾ കാണുന്നത്. നമുക്ക് 74 3 പ്രൈസ് റേഞ്ച് ഉണ്ട് അതിന്. പക്ഷേ ഈ 3 പ്രൈസ് റേഞ്ചിലും നമുക്ക് കണ്ടീഷൻ ആക്റ്റീവ് ആയി ഉണ്ടായിരുന്നില്ല. കണ്ടിന്യൂ ആയിട്ട് മാർക്കറ്റിൽ കയറി പോയി കയറുന്നു. പക്ഷേ കണ്ടീഷൻ ആക്റ്റീവ് ആയെടുത്ത് ഒരു ഡിസ്കൗണ്ട് എൻട്രി എന്ന് പറഞ്ഞ സെറ്റപ്പിക്ക് വന്നിട്ടില്ല. അത് വരുന്നത് തന്നെ കുറേ നേരം കണ്ടാണ്. അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല. ക്യാൻ്റെ അടിയെ പോയിട്ട് തിരിച്ച് കറിയിൽ എടുക്കാൻ പറ്റില്ല. നമുക്ക് സിനാരിയോസ് ഒന്നും അവിടെ വന്നിട്ടില്ല. അങ്ങനെയാണ് എല്ലാ സെക്ഷൻസും കേട്ടോ. എല്ലാത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. നമ്മൾ പ്ലാൻ ചെയ്ത പ്രൈസിലൊക്കെ മാർക്കറ്റ് ഭയങ്കര ഹൈ മൊമെൻറ്റം കാണിക്കുകയായിരുന്നു. പിന്നെ കിട്ടിയോടത്താണെങ്കിൽ ഈ മുകളിലത്തെ 552 എന്ന് പറഞ്ഞ പ്രൈസ് ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ. ഞാൻ 425 വരെ കൊടുത്തിട്ടുള്ളൂ. അപ്പം 3 പ്രൈസാണ്, അടിയിലത്തെ 3 പ്രൈസാണ് ഞാൻ കൊടുത്തേക്കണത്. അവിടെ നമുക്ക് എടുക്കാനുള്ള ഓപ്ഷൻസ് ഇല്ല. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. നല്ലൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നല്ല കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ടാണ് കയറിയേക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന വേണ്ടി ഒരു ഈസി ആയിട്ടുള്ള ഒരു എൻട്രികൾ സെറ്റപ്പുകളൊന്നുമല്ല. ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള മൊമെൻറ്റുകൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ലാസ്റ്റിലേക്ക് ഇത്രയും നല്ല മൊമെൻറ്റിന് ശേഷം ഞാൻ പിന്നെ കൊടുത്തത് നിഫ്റ്റി മാത്രമാണ്. നിഫ്റ്റിയിലത്തെ CP ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. CP നമുക്ക് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഒരു വട്ടം നമുക്കൊരു PE ആക്റ്റീവായി, 24,800 PE ആക്റ്റീവായി. അതൊരു 1:1 വന്നു. അത് പിന്നെ അവിടെ തീർന്നു. രണ്ടാമത്തെ വട്ടം ഒരെണ്ണം ആക്റ്റീവായി. അത് ഒന്നെങ്കിൽ ചിലവർക്ക് എസ്എൽ പോയിന്റ് ആവാം. റീ എൻട്രി ആണ്. മാർക്കറ്റ് കറക്റ്റായിട്ട് നോക്കിയിരിക്കുന്നവർക്ക് അത് എടുക്കാൻ പറ്റും. റീ എൻട്രി ആണ്. സ്വൈപ്പ് ചെയ്തേക്കാണ് SL 10 പോയിന്റ് സ്വൈപ്പ് ചെയ്ത് വെച്ചേക്കാണ്. അവിടെ വിൽക്കാത്തവരുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ സംഭവം ഫുൾ ടാർഗറ്റ് എന്നുള്ള ഈ രീതിയിലേക്ക് പോവുള്ളൂ കേട്ടോ. ഒരു 42 പോയിന്റ് എന്നുള്ള രീതിക്ക് പോവുള്ളൂ. ഇവിടെ സ്വൈപ്പിംഗ് നടന്നതാണത്. നിങ്ങൾ എങ്ങനെയാണ് ബൈ എടുക്കണ പോലെ ഇരിക്കും. എത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 83.90 മേടിച്ച് 73.90 SL ഇടുക. ബേസിക്കലി 73.10 വരെ വന്നിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ എങ്ങനെയാണ് എൻട്രി എടുക്കണത്? ഈ എൻട്രി പോയിന്റ് 83.90 എന്ന് പറഞ്ഞ പ്രൈസിലാണോ, ഇനി അതിൻ്റെ അടിയിൽ നിന്നാണോ എൻട്രി എടുക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ 82 എൻട്രി എടുത്താൽ വരെ സംഭവം പ്രൊട്ടക്റ്റായി നിൽക്കും അവിടെ കറക്റ്റായിട്ട്. അപ്പോൾ അതാണ് ഞാൻ പറയണത്. നിങ്ങൾ എൻട്രി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഇത്തിരി താഴത്തുനിന്ന് എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് SL അവിടെ നിന്നുണ്ടാവും. പിന്നീട് C ആണ് 24,850 C. 24,850 C ഫസ്റ്റ് എൻട്രി കോസ്റ്റ് ആണ്. രണ്ടാമത്തെ എൻട്രി 1:1 ആണ്. 10 പോയിന്റ് ആണ് കേട്ടോ. റീ എൻട്രി ആണത്. പിന്നെയും ടെസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ റീ എൻട്രി എന്ന് പറഞ്ഞ ഓപ്ഷൻ മൂന്നാമത്തെ എൻട്രി വന്നിട്ടില്ലേ. അപ്പോൾ ഇത്രയും കാര്യമാണ് ടോട്ടൽ നടന്നേക്കണത്. നമുക്ക് ഈ പറഞ്ഞ കേൾക്കുമ്പോൾ ഒരു കഥ പോലെ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ ടോട്ടൽ നിങ്ങൾ എൻ്റെ ഫ്രീ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോഴാണ് നമുക്കിതൊക്കെ മനസ്സിലാവുള്ളൂ. ഫസ്റ്റ് ടൈം ആണ് ആൾക്കാർ ഫ്രീ ചാനൽ വരുന്ന ട്രേഡുകളെടുത്ത് നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാം. പിന്നെ നമുക്ക് ക്രൂഡ് ഓയിൽ കൊടുത്തിട്ടുണ്ട്. ക്രൂഡ് ഓയിലിൻ്റെ മൂവ്മെൻ്റ് ആയിട്ടില്ലേ, ജസ്റ്റ് ആയി വരുന്നുള്ളൂ. പക്ഷേ രാവിലെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അതൊരു മിസ്റ്റേക്കാണ്. രാവിലെ ഞാൻ നോക്കുന്ന സമയത്ത് 20 മൈനസ് അങ്ങോട്ടായിരുന്നു. ഇപ്പോൾ 100 മൈനസാണ്. ഞാൻ കുറച്ച് നേരത്തെ മുമ്പാണ് കൊടുത്തത്. ഒരു 90 മൈനസിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ കൊടുത്തത്. അപ്പോൾ നമുക്ക് നോക്കാം ക്രൂഡ് ഓയിൽ എങ്ങനെ വർക്കാവും എന്നൊക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് പഠിച്ചിട്ട് ട്രേഡിംഗ് നമുക്ക് ചെയ്യുക. നിങ്ങളുടെ ഇരിക്കുന്ന ക്യാപിറ്റൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് വലിയ പ്രശ്നമില്ലാത്ത ക്യാപിറ്റൽ മാത്രം ഈ ഒരു മേഖലയിലേക്ക് കൊണ്ടുവന്ന് ട്രേഡ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് സ്വയം അതൊരു ബുദ്ധിമുട്ടായി തോന്നും. പേടികൾ വരും, എല്ലാതും വരും. അപ്പോൾ ഒരു കുഴപ്പമില്ലാത്തൊരു ക്യാപിറ്റലാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, നിങ്ങൾക്ക് ഈസിയായിട്ട് ചിലവാക്കാം. അവിടെ നിന്ന് ട്രൈ ചെയ്താലും പ്രശ്നമില്ലല്ലോ. ഒരു സജഷൻ മാത്രമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത്ര വന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ഇൻസ്റ്റാഗ്രാമിൽ എന്നൊക്കെ ഫോളോ ചെയ്ത് വെച്ചിട്ട്. നാളെ ഹോളിഡേ ആണ്, മാർക്കറ്റ് ഹോളിഡേ ആണ്. അപ്പോൾ നമുക്ക് വ്യാഴാഴ്ച കാണാം. 28 നിഫ്റ്റി എക്സ്പീരി ഡേ ആണ്. ബാങ്ക് നിഫ്റ്റി മന്ത്ലി എക്സ്പീരി ആണ്. നിഫ്റ്റി മന്ത്ലി എക്സ്പീരി ആണ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് വ്യാഴാഴ്ച കാണാം. ഓക്കെ, ബൈ.